കുപ്വാരയിൽ ഹെവി ഷില്ലിംഗ് എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മിനിസ്ട്രി വിശദീകരിച്ചതുപോലെ ഇതെല്ലാം നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ഇന്റലിജൻസ് ഇൻട്രൂഷൻ എന്ന രീതിയിലാണ്. നമ്മളുടെ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാൻ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന, അതായത് എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളെ നമ്മുടെ ഡിഫൻസ് സംവിധാനം ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് എന്നത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിം ടൈം. അതെ, 8-5 ആണ് ഇന്നലെ തുടങ്ങിയത്. ഇന്നും അതേപോലെ തന്നെ. ഇപ്പോൾ ANA റിപ്പോർട്ട് ചെയ്യുന്നത് എക്സ്പ്ലോഷൻസ് ഉണ്ടായിരിക്കുന്നു സാംബയിൽ എന്നുള്ളതാണ്. അതെ, ANA റിപ്പോർട്ട് ചെയ്യുന്നു. അതെ, ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടും ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ത്യ ടുഡേ റിപ്പോർട്ടിംഗിലും പറയുന്നത് ഇന്ത്യൻ എയർ ഡിഫൻസ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ സാംബ സെക്ടറിൽ ഇപ്പോൾ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നു. ഫ്രഷ് പാക്ക് ഡ്രോൺ അറ്റാക്ക് ഇൻ സാംബ സെക്ടർ ഇൻ ജമ്മു കാശ്മീർ എന്നാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേയും ANAയും ഇപ്പോൾ റിപ്പോർട്ട്. സെക്ടറിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ആണ്. ആ ബ്ലാക്ക് ഔട്ടിന് ഇടയിലാണ് എക്സ്പ്ലോഷൻസ് ഉണ്ടായിരിക്കുന്നു. അതായത് പാകിസ്ഥാനി ഡ്രോണുകൾ വന്നു പോകുന്നു. അതിന്റെ ബ്ലാക്ക് ഔട്ടിന് ഇടയിലുള്ള ദൃശ്യങ്ങളടക്കം ഡെഫേർഡ് ഇമേജസ് ആണ്. ആ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ ANI പങ്കുവയ്ക്കുന്നത്. വാർത്താ ഏജൻസിയായ ANI അറിയിക്കുന്നതിനനുസരിച്ച് ജമ്മു ഡിവിഷനിലെ അഖ്നൂറിലും ബ്ലാക്ക് ഔട്ട് ആണ്. ആ ബ്ലാക്ക് ഔട്ടിനിടയിൽ സൈറൺസ് മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ ഡ്രോണുകൾ വരുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ അഖ്നൂർ, സാംബ സെക്ടർ, അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ ചില ഇടങ്ങൾ എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. ജമ്മു, സാംബ, പത്താൻകോട്ട്. അതെ, ജമ്മു, സാംബ, പത്താൻകോട്ട് എന്നിവിടങ്ങളിൽ പാക് ഡ്രോണുകൾ കണ്ടതായി പ്രതിരോധ വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വിവരം ഉധംപൂരിലും ബ്ലാക്ക് ഔട്ടാണ് എന്നാണ്. ദില്ലിയിൽ നിന്ന് വരുന്ന വിവരം ഉധംപൂരിലും ബ്ലാക്ക് ഔട്ടാണ്. സാംബയിലും സുരക്ഷാ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ശ്രീനഗറിലും സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രിക്കോഷന്റെ ഭാഗമായിട്ടുള്ള ബ്ലാക്ക് ഔട്ടാണ്. 100% ഒരു പ്രിക്കോഷന്റെ ഭാഗമായിട്ടുള്ള ഇതിൽ ഇന്ത്യൻ സേനയ്ക്കുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ പാകിസ്ഥാനെ തിരിച്ചറിയാൻ വേണ്ടി പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചാര ഡ്രോണുകളാണിതല്ല. ആ ഡ്രോണുകളെയാണ് നമ്മൾ ഇപ്പോൾ നിഷ്ക്രിയമാക്കുന്നത്, ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ചില ഡ്രോണുകളെങ്കിലും സിവിലിയൻ മേഖലയിൽ വീണാൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കും. ഈ ടർക്കിഷ് ഡ്രോൺസ് ആണ് എന്ന് MA പറഞ്ഞിട്ട് ഇതുവരെ തുർക്കിയുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടേ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് തന്നെയാണ്. തുർക്കി ആണെങ്കിലും അസർബൈജാൻ ആണെങ്കിലും പാകിസ്ഥാന് ഏകപക്ഷീയമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് തുർക്കിയുടെ തന്നെ ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്ന മിനിസ്ട്രിയുടെ ബ്രീഫിംഗ് വരുന്നതും. അത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയമാണ്. ഇപ്പോൾ എന്തായാലും വരുന്ന വിവരമനുസരിച്ച് ജമ്മുവിലും ഉധംപൂരിലും ബ്ലാക്ക് ഔട്ടാണ്. കാർഗിലിൽ നാളെ രാവിലെ 5:30 വരെ കാർഗിലിൽ ബ്ലാക്ക് ഔട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. സാംബ സെക്ടറിൽ ഫ്രഷ് ഡ്രോൺ ആക്രമണമാണ്. അതായത് ഇന്നിപ്പോൾ 8 മണിക്ക് ശേഷം ഉണ്ടായ ഡ്രോൺ ആക്രമണം എന്നുള്ളതാണ് ഇപ്പോൾ ANIയിൽ അതിന്റെ ദൃശ്യങ്ങളടക്കം അവർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥിരീകരിക്കാമെന്ന് തോന്നുന്നു. അതെ, ANIയിൽ നിന്ന് സ്ഥിരീകരിക്കുന്ന മറ്റൊരു വാർത്ത രാജസ്ഥാനിലെ പോഖ്രാനിലും പാക് ഡ്രോൺ. നോക്കൂ, അത് ജമ്മുവിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ ഇന്ന് ജമ്മുവിന് പുറത്തേക്കും പാക് ഡ്രോണുകൾ അയക്കുകയാണ് പാകിസ്ഥാൻ. ഇന്നലെയും രാജസ്ഥാനിലെ ജയ്സാൽമീർ അടക്കം ലക്ഷ്യമാക്കിയാണ്. അതായത് ലേ മുതൽ സർക്രീക്ക് വരെയുള്ള ഭാഗങ്ങളിൽ തുടർച്ചയായിട്ട് 36ഓളം ഇടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്നലെ ഡ്രോണുകൾ പറത്തിയത്. ഏകദേശം ഇതേ സമയം, ഇതേ രാത്രിയുടെ മറവിൽ വീണ്ടും പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശക്തമായി നമ്മൾ പ്രതിരോധിക്കുന്നു. അതായത് ഇന്നും ശക്തമായ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്നു. പാകിസ്ഥാൻ ആർമി തന്നെ ഫയറിംഗുമായി എത്തുന്നു. രണ്ടാമത്തെ ദിവസമാണ് തുടർച്ചയായിട്ട്. രണ്ടാമത്തെ ദിവസം അല്ല കേട്ടോ, 17ാമത്തെ ദിവസം അല്ലെ. 22-ാം തീയതി തുടങ്ങി ആ 23-ാം തീയതി മുതലാണ് ഈ പൂഞ്ചിലും രജൌരിയിലും തുടർച്ചയായിട്ടുള്ള ഷെല്ലിംഗ് ഉണ്ടാവുന്നത്. കുപ്വാരയിലടക്കം ഷെല്ലിംഗ് ഉണ്ടാവുന്നത് 23-ാം തീയതി മുതൽ തുടങ്ങിയ ഷെല്ലിംഗ് ആണ്. ഇന്നിപ്പോൾ 9-ാം തീയതി ആയിരിക്കുന്നു. ഏകദേശം 17 ദിവസമായി പാകിസ്ഥാൻ അതിർത്തിയിൽ തുടരുന്ന തുടർച്ചയായിട്ടുള്ള സീസ് ഫയർ വയലേഷനാണ് നമ്മളിപ്പോൾ. ശ്രീനഗറിലും സൈറണുകൾ കേട്ടു എന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NDTVയുടെ റിപ്പോർട്ട് പ്രകാരം ശ്രീനഗറിലുണ്ട്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പ്രകാരം നിലവിൽ സാംബ സെക്ടറിൽ പുതിയ ഫ്രഷ് പാക്ക് ഡ്രോണിനെ കണ്ടു. ഇതിപ്പോൾ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു എന്നൊരു വാർത്ത ANA കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ടിൽ വരുന്നൊരു വാർത്ത അനുസരിച്ച് കാർഗിലിൽ രാവിലെ 5:30 വരെ ബ്ലാക്ക് ഔട്ടാണ്. ജമ്മുവിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുണ്ട്. ഏറ്റുമുട്ടൽ എന്ന് വെച്ചാൽ ഈ പാക്ക് ഡ്രോണുകളെ കണ്ടിട്ടുണ്ട്, അതിനെ ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഡിഫ്യൂസ് ചെയ്ത ഡ്രോണിൻ്റെ ശബ്ദമായിരിക്കാം ജമ്മുവിൽ നമ്മൾ കേൾക്കുന്നതും. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ
ഇന്നലെ സംഭവിച്ചതിൻ്റെ തനി ആവർത്തനം. ജമ്മുവിലും രാജസ്ഥാനിലും പുതിയ പാക് ഡ്രോണുകളെ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. അതിർത്തിയിൽ എല്ലായിടത്തും ഇപ്പോൾ ബ്ലാക്ക് ഔട്ടാണ് എന്നുള്ള വിവരം വരുന്നു. വെസ്റ്റേൺ ബോർഡർ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ഔട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ജമ്മു, സാംബ, പത്താൻകോട്ട് സെക്ടറുകളിൽ പാക് ഡ്രോണുകൾ കണ്ടതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിരോധ വൃത്തങ്ങൾ. ഉധംപൂരിൽ ബ്ലാക്ക് ഔട്ട്, രാജസ്ഥാനിലെ പൊഖ്രാനിലും പാക് ഡ്രോണിനെ ഇപ്പോൾ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വീണ്ടും പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ ലംഘനമുണ്ടാവുന്നു, സീസ് ഫയർ വയലേഷൻ ഉണ്ടാവുന്നു. അതിർത്തി കടന്ന് പാകിസ്ഥാൻ തുടർച്ചയായി ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ആ ഡ്രോണുകളെ കൃത്യമായി നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ആ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഡ്രോണുകളെ നമ്മൾ അവിടെ തന്നെ നിർവീര്യമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ആകാശത്ത് പല ഇടങ്ങളിൽ നിന്നായി പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അതിർത്തിയിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് പാകിസ്ഥാൻ ശക്തമായി വെടിയുതിർക്കുകയാണ്. അത് തുടർച്ചയായിട്ടുള്ള 16ാമത്തെ ദിവസവും സീസ് ഫയർ വയലേഷൻ നടത്തുകയാണ് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖ ലംഘിച്ച് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങൾ അത് ANA എന്ന വാർത്താ ഏജൻസി വിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ബ്ലാക്ക് ഔട്ടിന്റെയും അതുപോലെ തന്നെ നേരത്തെ ഒരു എക്സ്പ്ലോഷൻ, ഒരു ശബ്ദമുണ്ടായി എന്ന് പറയുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് സോഴ്സും നമുക്ക് കാണിക്കാവുന്നതാണ്. ANAയിൽ നിന്നുള്ള സോഴ്സാണ് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഫീഡിൽ ഉപയോഗിക്കുന്നത്. അതും ഇപ്പോൾ അറ്റ് പ്രസന്റ് അല്ല, അത് 8 മണിക്ക് ശേഷമുള്ള ഡെഫേർഡ് ഇമേജസ് ആണ് വരുന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.